അവിടെ ഇടിഞ്ഞ് ചാടാനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം അതിന്റെ മുകൾ ഭാഗത്ത് നിന്ന് വരുന്ന വെള്ളമാണ് കെട്ടി നിൽക്കുന്നത്. അതിന്റെ മുകൾ ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്നുള്ളത് ഞങ്ങൾ പോയി നോക്കിയിട്ടില്ല. ആ വെള്ളം എവിടുന്ന് വന്നു എന്നുള്ളത് അവിടെ കെട്ടി നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പോയി ഏത് മണ്ണ് ഉയരത്തിൽ നിൽക്കണ ഭൂമിയുടെ മുകളിൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഇത് പാറിന്റെ മേലെയാണ് നിൽക്കുന്നത്, ഇത് മണ്ണ് താഴോട്ട് വരും, വെള്ളം വരുന്നത്. അതായത് ഇപ്പം ഒരു 8 ദിവസം ഈ മഴ കനത്തതോടുകൂടെ റിപ്പോർട്ടുകളിൽ ഞങ്ങളെ വാട്സപ്പുകളിലും സോഷ്യൽ മീഡിയകളൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഗ്യാസ് ഒലിച്ചുപോയി, എൻ്റെ അത് ഒലിച്ചുപോയി, ഇതുവരെ കാണാത്തൊരു വെള്ളമാണ് ഇത് വന്നിട്ടുള്ളത്. ഇങ്കലിൻ്റെ അവിടുന്ന് മറ്റേ ഈ വെള്ളം വന്നിട്ടാണ് അതിൻ്റെ ഓവുചാല് അതിൻ്റെ ഡ്രെയിനേജ് ഇങ്ങോട്ട് ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ അവിടെ പോയി ധർണ്ണ ചെയ്യും, ഇവിടെ പോയി ഞങ്ങൾ സമരം ചെയ്യുന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് കിട്ടിയണമെന്നറിയില്ല. ഇതൊക്കെ ഈ ഡിസാസ്റ്റർ അനുബന്ധിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. അവിടെ പ്രധാനമായിട്ട് ഉയരുന്നൊരു ആക്ഷേപം അവിടെ മണ്ണെടുത്ത ആ ഭാഗത്ത് ഒരു പ്രൊട്ടക്ഷൻ വാളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും സുരക്ഷ ഒരുക്കില്ല എന്നുള്ളതാണ്. അതിന് അവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. അത് കെമിക്കലിട്ട് പാറ അടർത്തിയെടുക്കാനുള്ള പെർമിഷൻ അപേക്ഷിച്ചു. ആ പെർമിഷനാണ് 20-ാം തീയതി, ഒന്ന് 20-ാം തീയതി, ഒന്ന് 19-ാം തീയതി തീർന്നെന്ന് പറഞ്ഞല്ലോ. ഈ 2 പെർമിഷനുകളാണത്. അതൊന്ന് മണ്ണ് നീക്കം ചെയ്യാനുള്ള പെർമിഷൻ, ഒന്ന് പാറ കട്ട് ചെയ്യാനുള്ള പെർമിഷൻ. അവിടെ വർക്ക് ചെയ്യാതെ ഞാൻ എങ്ങനെ അതിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് റിട്ടൈൻ വാൾഡ് ഒട്ടിക്കാൻ പറ്റുമോ? ഞാൻ ഉദ്ദേശിച്ച ഒരു സർവീസ് സെന്റർ ആയിരുന്നു, സാധാരണ സർവീസ് സെന്റർ. ഞാനൊരു സാധാരണക്കാരനാണ്. നിങ്ങൾ ഈ വാർത്തകളിൽ പടച്ചു വിടുന്ന പോലെ ആരുടെയും ബിനാമിയോ അംബാനിന്റെ ബിനാമിയോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ആരുടെയും ബിനാമിയോ ഒന്നുമല്ല. ഞാനൊരു സാധാരണക്കാരനാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു സമ്പാദ്യം വെച്ചിട്ട് ഒരു ഏർപ്പാട് തുടങ്ങാൻ എന്നുള്ള ഉദ്ദേശം എനിക്ക് ഉണ്ടായിട്ടുള്ളായിരുന്നു. അതിനുവേണ്ടി ഞാനൊരു സ്ഥലം വാങ്ങിച്ചു. ആ സ്ഥലത്ത് ഞാൻ നിർമ്മാണ പ്രവൃത്തി നിയമപരമായി രണ്ടുപേരും കൂടെ സ്ഥലം 2 പേരുടെ തന്നെയാണ്. ഏതായാലും അത് തന്നെയാണ് ഈ ഉടമകൾ പറയുന്നത്. പൂർണ്ണമായും അനുമതി തേടിക്കൊണ്ട് തന്നെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അനുമതി കഴിയുന്ന കാലാവധിയിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിരുന്നു എന്നുള്ളതും നിയമവിരുദ്ധമായി അവിടെ യാതൊരു വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നില്ലെന്നുകൂടി സ്ഥല ഉടമകൾ പറഞ്ഞു വയ്ക്കുകയാണ്. അനുരൂപിച്ചുകൊണ്ടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.